പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാർക്കോസിന്റെ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, യേശു പിന്നെയും ഉത്തരം ഒന്നും പറയായികയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില കാര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ? ആരോടും ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആരോടും നമ്മൾ വഴക്കിന് പോകാൻ പാടില്ല. പ്രത്യേകിച്ചും തർക്കിച്ചും വാദിച്ചും ഉള്ള ഒരു വഴക്കുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. ചിലർ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? അവർക്ക് അത് എന്ത് തോന്നിവാസവും ആയിക്കളയാം എന്ന് വിചാരിച്ച ചില ആളുകൾ മറ്റുള്ളവരെ ഒരു കാര്യമില്ലാതെ ദ്രോഹിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരോടൊന്നും നമ്മൾ സംസാരിക്കാൻ പോകാൻ പാടില്ല. രണ്ടാമത്, വാദത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കുക. അതൊരിക്കലും നമുക്ക് നല്ലതായി വരത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആരെന്തു പറഞ്ഞാലും എന്താണ് പറയുക, നിങ്ങൾ മൗനമായിരിക്കുക. ആമേൻ. ദീർഘക്ഷമയുള്ളവൻ മാത്രമേ ജയിക്കത്തുള്ളൂ. ദീർഘക്ഷമയില്ലാത്തവൻ ഒരിക്കലും ജയം കണ്ടെത്തില്ല. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മിണ്ടാതിരുന്നാലേ നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അവരോട് വഴക്കുണ്ടാകാൻ പോവുകയും കേസ് കൊടുക്കാനൊക്കെ പോവുകയും ചെയ്താൽ, അതായത് മനുഷ്യനെ ആശ്രയിച്ചാൽ, തൻ്റെ ഇടം കാണിച്ചാൽ കർത്താവിന് അവിടെ ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതിനാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. കർത്താവ് ബൈബിളിൽ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. ആമേൻ. അതിനാൽ ആരോടും വഴക്കിനും ബഹളത്തിനും പോകാതിരിക്കുക. പ്രത്യേകിച്ചും തർക്കത്തിൽ നിന്ന് വാദത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. കേസ് കൊടുക്കാനൊന്നും പോകരുത്. അത് നിങ്ങൾക്കൊരിക്കലും നല്ലതായി വരത്തില്ല. കർത്താവ് പറയുന്നു, ഈ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എതിരായി കേസ് കൊടുക്കുന്ന ആരെയൊക്കെയോ ദൈവം തമ്പുരാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭൂമിയിലെ കാണപ്പെട്ടൊരു ദൈവമാണ് അമ്മ. സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്തമാണ്. മനസ്സിലായോ? അപ്പം മാതാപിതാക്കൾക്കെതിരായി സഹോദരങ്ങൾക്കെതിരായി കേസിനും വഴക്കിനും പോകുന്നതെന്ന് ഒരിക്കലും നമുക്ക് നല്ലതല്ല. നമുക്കൊരിക്കലും അനുഗ്രഹമായി വരത്തില്ല. ആമേൻ. അതിനാൽ കർത്താവ് ബൈബിളിൽ പറയുന്നു, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തില്ലെങ്കിൽ കർത്താവിനെയും നിങ്ങൾ സ്നേഹിക്കത്തൂല്ല, ബഹുമാനിക്കത്തൂല്ല. മനസ്സിലായോ? കാരണം അതിനാൽ നിങ്ങൾ മാതാപിതാക്കൾക്കെതിരായി സഹോദരങ്ങൾക്കെതിരായി കേസിനും വഴക്കിനും പോകാതിരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിന്മേൽ നിങ്ങൾക്ക് വിടുതൽ തരാൻ, പരിഹാരം കണ്ടെത്താൻ കർത്താവായ യേശുവിന് കഴിയും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, അത് ചെറുതായാലും വലുതായാലും എന്തായിരുന്നാലും ശരി, അത് കർത്താവിൽ ഏൽപ്പിക്കുക. ദൈവം തമ്പുരാൻ പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ അതിനെ പരിഹരിക്കും. ആമേൻ. പണ്ടാരാണ്ട് ഒരിക്കൽ ഒരു ചുമരുമേ എഴുതി വച്ചതാ, ഒരു താഴുണ്ടെങ്കിൽ, അതായത് ഒരു പൂട്ടുണ്ടെങ്കിൽ അതിനൊരു താക്കോലും ഉണ്ടാവും. താക്കോൽ ഇല്ലാത്തൊരു പൂട്ട് എന്തായാലും ഉണ്ടാവത്തില്ല എന്ന് പണ്ടാരാണ് ചുമരിൽ എഴുതി വെച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിന്മേൽ നിങ്ങൾ തലയിടാൻ പോകാതെ, നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പോകാതെ, അവരെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ പരിഹരിക്കാൻ പോകാതെ, നിങ്ങളുടെ വിഷയം അത് ചെറുതായാലും വലുതായാലും, കുടുംബത്തിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും, നിങ്ങളിത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം അതിന് പരിഹാരം കണ്ടെത്തും. ആമേൻ. അല്ലാണ്ട് വഴക്കുണ്ടാക്കാനും തല്ലുപിടിക്കാനും കേസ് കൊടുക്കാനും ഒന്നും പോകരുത്. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.